Hi friends, I'm Susan. Welcome to my channel. ഏത് വിശേഷ ദിവസവും സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാൻ ഓർക്കണേ. 1 കിലോ ചിക്കൻ വലിയ പീസസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനായി ഒരു വലിയ ബൗളിലേക്ക് മാറ്റി ഉപ്പും മസാലയും എല്ലാം ചേർക്കാം. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ഒഴിക്കാം. നേരത്തെ തയ്യാറാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ചിക്കൻ ബിരിയാണി മസാല, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, 4 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കാം. തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. ഇനി ഈ മസാലയെല്ലാം കൂടെ നല്ലതായി ഇളക്കി ചിക്കനിൽ പിടിപ്പിക്കണം. മസാലയെല്ലാം ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചേർത്തിളക്കാം. എല്ലാം നല്ലതായി ചിക്കനിൽ ചേർന്ന് വന്നിട്ടുണ്ട്. മസാല ചിക്കൻ്റെ അകത്തോട്ടൊക്കെ പിടിച്ചു വരുന്നതിനായി ചിക്കനിനെ ഇത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ അടച്ചു വെക്കാം. അടുത്തതായി ഓണിയൻ റെഡിയാക്കാം. 5 വലിയ സവാള വൃത്തിയാക്കി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത സവാള ഇതുപോലെ ഒന്ന് തിരുമ്മി അതിൻ്റെ ലെയറൊക്കെ ഒന്ന് വിടർത്തിയിടുക. ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഏകദേശം 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓണിയൻ ഫ്രൈ ചെയ്യാനിടാം. അരിഞ്ഞെടുത്ത ഓണിയൻ്റെ ഒരു 2/3 ഓണിയൻ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ നിറമാകുമ്പോൾ മാറ്റണം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഈ ഓയിൽ തന്നെ ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായ കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒണിയനും എല്ലാം റെഡിയാണ്. ഇനി ബിരിയാണിക്ക് ആവശ്യമായ റൈസ് റെഡിയാക്കാം. 3 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതായി കഴുകി കുതിരാൻ വേണ്ടി 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. ഒരു വലിയ പാത്രത്തിൽ അരി വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളം തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഉപ്പും ഇടുക. അരി വേകുന്നതിലേക്ക് ഇടാനുള്ള ഗരം മസാലയാണിത്. ഇതിലേക്ക് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. 1 മുറി നാരങ്ങ നീരും ചേർക്കുക. നാരങ്ങയുടെ തൊലിയും വെള്ളത്തിൽ തിളക്കട്ടെ. ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി 75% വെന്താൽ മതി. ബാക്കി ദം ഇടുമ്പോൾ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് തിളയ്ക്കുമ്പോൾ അരി റെഡിയാകും. റൈസ് ഒരു 70% വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സ്പൈഡറിൻ്റെ സഹായത്തോടെ എടുത്ത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ചിക്കി സ്പ്രെഡ് ചെയ്തിട്ടിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം.
കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്പ്രെഡ് ചെയ്ത് തണുക്കാൻ വെക്കുന്നത്. ചിക്കൻ വേവിച്ചെടുക്കുന്നതിനായി ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഗരം മസാലയാണിത്. ഗരം മസാല ഇട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അരിഞ്ഞ സവാള ചേർത്ത് വഴറ്റിയെടുക്കണം. സവാള ഇടയ്ക്കിടയ്ക്കായി ഇളക്കി ലൈറ്റ് പിങ്ക് കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഓണിയൻ നല്ലതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5-6 മിനിറ്റ് ചിക്കൻ ഇളക്കി വേവിക്കുക. മസാലയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതും ചേർത്ത് 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ മസാല ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ടേസ്റ്റ് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നു. ചാറ് കുറച്ചുകൂടെ കുറുകി ചിക്കൻ കുറച്ചുകൂടെ വെന്ത് വരാനുണ്ട്. ചിക്കന് ഒരു 80% വെന്താൽ മതി, ബാക്കി ദം ഇടുമ്പോൾ വെന്തുകൊള്ളും. 10 മിനിറ്റായി ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ റെഡിയാണ്. ഇത്രയും വെന്താൽ മതി. കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റുന്നു. ഗ്രേവി ഗാർണിഷിങ്ങിനായി ഉപയോഗിക്കാം. റെഡിയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും ചെയ്യേണ്ടത് ചിക്കൻ ദം ചെയ്യുന്നതാണ്. അതിനായി ചിക്കൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഓണിയൻ്റെ പകുതിയോളം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഈ മല്ലിയിലയും പുതിനയിലയും ചെറുതായി അരിഞ്ഞത് വിതറുക. ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ലെയർ ചെയ്ത് ഇടാം. എല്ലാ വശത്തേക്കും നല്ലതായി സ്പ്രെഡ് ചെയ്തിടുക. റൈസിൻ്റെ ഈ ലെയറിന് മുകളിലേക്ക് വീണ്ടും ഒണിയൻ ഫ്രൈ ചെയ്തതും മല്ലിയിലയും പുതിനയിലയും വിതറി കൊടുക്കാം. വീണ്ടും ഇതിന് മുകളിലേക്ക് അടുത്ത റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. മുകളിൽ ഗാർണിഷ് ചെയ്യുന്നതിനായി മല്ലിയിലയും പുതിനയിലയും വിതറി അതിൻ്റെ കൂടെ മാറ്റി വെച്ച ഗ്രേവി ചുറ്റിച്ചൊഴിക്കാം. ഗ്രേവി മുകളിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയും ആ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ചോറിലോട്ടൊക്കെ നല്ലതായി വരികയും ചെയ്യും. ഒരു നുള്ളി സാഫ്രൻ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു, അതും കൂടെ ചുറ്റിച്ചൊഴിക്കാം. സാഫ്രൻ്റെ നല്ല കളറും ഫ്ലേവറും കിട്ടും. ഗാർണിഷിങ് ചെയ്യുന്നതിനായി ഒണിയൻ ഫ്രൈ ചെയ്തതും കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തതും കിസ്മിസും വിതറാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ദം ചെയ്യുന്നതിനായി ആവി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാനിതൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നു. സൈഡെല്ലാം നന്നായി കവർ ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് ടൈറ്റായിട്ട് അടയ്ക്കാം. ഇതിനി ബേക്ക് ചെയ്തെടുക്കണം. സ്റ്റൗവിൽ വെച്ചാണ് ഇന്ന് ഞാൻ ബേക്ക് ചെയ്യുന്നത്. ചപ്പാത്തി പാൻ നല്ലതായി ചൂടായ ശേഷം അതിന് മുകളിലേക്ക് ഇത് വെക്കാം. ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിം ആക്കി ചെറുതീയിൽ ഒരു 7 മിനിറ്റ് ഇത് ചൂടാക്കാം. 7 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം തുറന്നു നോക്കാം. വാവ്, ഇത് നോക്കൂ, നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡിയാണ്. ഒരു സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ അരിമണികൾ ഓരോന്നോരോന്നായി സെപ്പറേറ്റായി കാണാം. ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല. ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാകും. രുചികരമായ ഈ ചിക്കൻ ബിരിയാണി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യുന്നതിനായി ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും വിതറാം. ഇതിനു മുകളിലേക്ക് ഒണിയൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതും കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തതും കൂടെ ഇടാം. ഡ്രൈ പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. പൈനാപ്പിൾ തികച്ചും ഓപ്ഷണലാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ബിരിയാണി ഇങ്ങനെ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഫ്രണ്ട്സ്, നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരും. തീർച്ചയായും കാണണം. താങ്ക് യു.